യെസ്, വിശദമായി നോക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ജനതാദൾ എസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്കാണ് കടക്കുന്നത്. ജെഡിഎസിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച മുതിർന്ന നേതാവ് നീല ലോഹിതദാസൻ നാടാർ. സംസ്ഥാന നേതൃത്വത്തിന്റേത് അഴകുഴമ്പൻ നിലപാടാണെന്നും വേറെ വഴി ആലോചിക്കേണ്ടി വരുമെന്നും നീലൻ ന്യൂസ് 18നോട് പറഞ്ഞു. ചിലർക്ക് പ്രാദേശിക പാർട്ടിയായി മാറണമെന്ന അഭിപ്രായമുണ്ട്. ഞാൻ അതിനോട് ഒട്ടും ചോദിക്കുന്നില്ല. 77 തൊട്ട് ജനതാ പാർട്ടിയായി രൂപം കൊള്ളുന്നത് മുതൽ ഇതൊരു ദേശീയ പാർട്ടിയായിട്ടല്ല മുമ്പോട്ട് പോയിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒരു സംസ്ഥാനത്തെ പാർട്ടിയായി തുടരുന്ന രാഷ്ട്രീയത്തിൽ ഞാനില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവർ സംസ്ഥാന പാർട്ടിയായി നിൽക്കുന്നു എന്ന അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പ്രഖ്യാപിച്ചിട്ടല്ലോ. നോക്കാം. ജനതാദൾ എസിന്റെ ദേശീയ പ്ലീനറി സമ്മേളനത്തിൽ പാസാക്കിയ രാഷ്ട്രീയ പ്രമേയം BJP വിരുദ്ധ കോൺഗ്രസ് ഇതര ദേശീയ ബദൽ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിട്ടുമാറി BJPയോടൊപ്പം NDA ചേരാൻ തീരുമാനത്തോടുകൂടി ആശയപരമായി അവരച്ചടക്കലംഘിച്ചിരിക്കുകയാണ്. പിന്നെ സംഘടനയുടെ ഒരു ഭാരവും ദേശീയ ഭാരവാഹികളുടെ യോഗമോ ദേശീയ നിർവാഹക സമിതിയോ ദേശീയ കൗൺസിലോ എന്തിനേറെ കർണാടക സംസ്ഥാന ഘടകം പോലും യോഗം കൂടി ചർച്ച ചെയ്യാതെ ഈ നീക്കം നടത്തിയിരുന്നു. അപ്പൊ സംഘടനാപരമായി അച്ചടക്കം ലഭിച്ചിരിക്കും. ആശയപരവും സംഘടനാപരവും അച്ചടക്കം ലഭിച്ചവർക്ക് ഈ പാർട്ടിയായി തുടരാൻ ഒരു തരത്തിലും അവകാശമില്ല. പകരം ദേശീയ തലത്തിൽ തന്നെ സംഘടനാ സംവിധാനം ഉണ്ടാകണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആളുകൾ വല്ലതൊക്കെ പറയുന്നത് എത്രയും രാഷ്ട്രീയ കക്ഷികളുടെ ഭിന്നിപ്പുകളും പുളർപ്പുകളും ഒക്കെ നമ്മൾ രാജ്യത്ത് കണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും നേതാക്കളും ഈ അഴകുഴമ്പൻ നിലപാട് പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. ഈ നിലപാടുമായിട്ടാണ് ഇവർ പോകുന്നതെങ്കിൽ സഹപ്രവർത്തകരും നേതാക്കളുമായിട്ട് ആലോചിച്ച് അടുത്തെന്ത് വേണമെന്ന് തീരുമാനിക്കും. യെസ്, നീല ലോഹിതദാസൻ നാടാറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ, ഇതിലിപ്പോൾ നീല ലോഹിതദാസ് നാടാർ പറയുന്നത് പോലെ തന്നെ ഒരു അഴകുഴമ്പൻ നിലപാട് ഈ വിഷയത്തിലുണ്ട്. ദേശീയ പാർട്ടി BJPയുമായി പിന്തുണ പ്രഖ്യാപിച്ച് ആ വഴി പോകുന്ന ഒരു സാഹചര്യം. പക്ഷേ സംസ്ഥാന കേരള ഘടകം എന്ന് പ്രത്യേകം നിൽക്കുമെന്നൊക്കെ പറയുമ്പോഴും കൃത്യമായ ഒരു നിലപാട് പറയാൻ ഇതുവരെയും നേതൃത്വം തയ്യാറായിട്ടില്ല. അപ്പോഴാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇങ്ങനെ പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്തുന്നത്. ഇനി ഏത് രീതിയിലേക്കായിരിക്കും JDSനെ സംബന്ധിച്ച് ഈ പ്രതിസന്ധി മുന്നോട്ട് പോകുന്നത്? ജനതാദൾ എസിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച മുതിർന്ന നേതാവ് നീല ലോഹിതദാസൻ നാടാർ രംഗത്തെത്തുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റേത് അഴകുഴമ്പൻ നിലപാടാണെന്നും വേറെ വഴി ആലോചിക്കേണ്ടി വരുമെന്നാണ് നീലൻ ന്യൂസ് 18നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും JDSൽ കുറച്ച് കാലമായി ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ദേശീയ നേതൃത്വം ദേവഗൌഡയുടെ വിഭാഗം ഇപ്പോൾ NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്ത് നിലപാട് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുമെന്നതിലടക്കം ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഒരു വ്യക്തത വരാത്ത സാഹചര്യമുണ്ട്. LDFൽ നിൽക്കുമ്പോൾ അത്തരത്തിൽ ഈ കേരള ഘടകമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നേരത്തെ മാത്യു ടി തോമസ് ആയാലും K കൃഷ്ണൻകുട്ടി ആയാലും ആ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതിപ്പോൾ നീല ലോഹിതദാസ് നാടാർ പറഞ്ഞ പോലെ ഒരു അഴകുഴമ്പൻ നിലപാടാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. കൃത്യമായ ഒരു നിലപാട് പറയാൻ ആരും തന്നെ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാകാൻ പോകുന്നത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് ഇങ്ങനെ പരസ്യമായി നിലപാടെടുത്ത് പരസ്യ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി ഇതുകൂടിയാകുമ്പോൾ ഏത് രീതിയിലേക്കായിരിക്കും JDSനെ സംബന്ധിച്ച് പ്രതിസന്ധി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? JDS വലിയ പ്രതിസന്ധിയാണ്. അവരുടെ നേതൃത്വം തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമാണ്, മന്ത്രിസഭയിലുള്ള പാർട്ടിയാണ്. പക്ഷേ ദേശീയതലത്തിൽ BJPയുമായി ദേവഗൌഡ ചേരുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ JDS തള്ളി പറഞ്ഞു, പിന്നീട് ബന്ധം വിച്ഛേദിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനപ്പുറത്തേക്ക് എങ്ങനെ ദേശീയതലത്തിൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയിലും സംസ്ഥാനത്ത് അതിന് നേരെ വിരുദ്ധമായ ആശയങ്ങളുള്ള നയങ്ങളുള്ള ഒരു മുന്നണിയെ തുടരുന്ന ചോദ്യമാണ് JDSനെ കുഴയ്ക്കുന്നത്. പല ന്യായങ്ങൾ നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും അത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് പോലും ദഹിക്കുന്നതല്ല. ദേശീയ പാർട്ടിയുമായി ദേശീയ
ജനതാദൾ അതായത് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ദേശീയ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ലയിക്കണമെന്ന അഭിപ്രായം പാർട്ടി ശക്തമാണ്. ആദ്യഘട്ടം മുതൽ നീലലോഹിദാസ് നാടാർ ഉൾപ്പെടെയുള്ളവർ ആ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ പിന്നീട് അത്തരം കടുത്ത നിലപാടുകളിലേക്ക് പോകാൻ ആരും തയ്യാറായില്ല, ഒറ്റക്കെട്ടായി തന്നെ പോയി. പക്ഷെ CK നാണു ഇതിനിടയിൽ പാർട്ടിയിൽ നിന്ന് മറ്റൊരു നിലപാടെടുത്ത് മാറി നിന്നു, അല്ലെങ്കിൽ അവരാണ് യഥാർത്ഥ പാർട്ടി എന്ന് അവകാശപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ നീലലോഹിദാസൻ നാടാർ കൂടി ഇത്തരം നിലപാടെടുക്കുന്നത് JDSന്റെ സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കും. ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ഒരു പാർട്ടി ലയിക്കുകയോ ചെയ്താൽ അത് സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലാക്കുക സംസ്ഥാനത്ത് 2 MLA-മാരാണ്. അത് K. കൃഷ്ണൻകുട്ടിയും മാത്യു തോമസുമാണ്. ഒരാൾ അതിൽ മന്ത്രിയുമാണ്. അവർക്കാണ് സ്വാഭാവികമായും മാറ്റ നിരോധന നിയമം അടക്കം നേരിടേണ്ടി വരിക. അതുകൊണ്ടാണ് പുതിയ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ലയനമെന്ന നിലപാടിനോട് അവർ യോജിക്കാത്തത്. പക്ഷെ മറ്റു നേതാക്കൾ അങ്ങനെ നിന്നാൽ പോരാ, ഒരു സംസ്ഥാന പാർട്ടിയായി ദേശീയതലത്തിൽ JDS ഒരു ദേശീയ പാർട്ടി അല്ല, ഇപ്പോൾ സംസ്ഥാനത്തെ പാർട്ടി മാത്രമാണ്. കേരളത്തിലും JDS എന്ന സംസ്ഥാന പാർട്ടിയായി നിൽക്കാമെന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ മാത്യു തോമസിനും അതുപോലെ K. കൃഷ്ണൻകുട്ടിക്കും മറ്റുമുള്ളത്. പക്ഷെ അങ്ങനെ കഴിയില്ല. JDS ദേശീയ പാർട്ടി തന്നെയാണ്, ദേശീയ പാർട്ടിയായി നിൽക്കണം, അല്ലെങ്കിൽ മറ്റൊരു ദേശീയ പാർട്ടി ലയിക്കണം. ഇതാണ് ഭൂരിപക്ഷ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ, നീലലോഹിദാസ് അടക്കമുള്ള നേതാക്കളുടെ അഭിപ്രായം. CK നാണുമൊക്കെ ഇപ്പോഴത്തെ നേതൃത്വത്തോടെ വിയോജിപ്പുള്ളവരാണ്. അതുകൊണ്ടാണ് നേരത്തെ ദേവഗൌഡയെ പുറത്താക്കിയ യഥാർത്ഥ പാർട്ടിയാണ് തങ്ങളുടെ അവകാശവാദവുമായി അദ്ദേഹം രംഗത്തെത്തിയത്. ചുരുക്കത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കണമെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ JDSനില്ല. ഇടതുമുന്നണിയിലും പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷമാവുകയാണ്. കൃത്യമായി JDS ആർക്കൊപ്പം നിലപാട് പ്രഖ്യാപിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടതുമുന്നണി കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് പോകണമെന്ന അഭിപ്രായമുള്ളവർ ഇപ്പോൾ ശക്തമാവുകയാണ്. യെസ്, അതുതന്നെയാണ് അരുൺ സാഹചര്യം. എന്തായാലും ഇടതുമുന്നണി ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, ഒരു കടുത്ത നിലപാടിലേക്ക് മുന്നണി കടക്കേണ്ടി വരുമോ എന്നതൊക്കെ ഒരു ചോദ്യമായി ഒരു വശത്ത് നിൽപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മൾ CK നാണു എന്ത് നിലപാടെടുത്ത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നീലലോഹിതദാസ് നാടാറും ഇങ്ങനെ ഒരു പരസ്യ നിലപാടെടുത്ത് രംഗത്ത് വരുമ്പോൾ പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. മറ്റു പാർട്ടികളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ കൂറുമാറ്റ നിയമം ബാധകമാകുമോ എന്ന ആശങ്കയൊക്കെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട് താനും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് പ്രതിസന്ധി രൂക്ഷമായി വരും. നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകാനായിരിക്കും JDS ആലോചിക്കുക? കൃത്യമായൊരു നിലപാട് ഉടൻ തന്നെ വേണ്ടേ? ഈ സംസ്ഥാന യോഗങ്ങളൊക്കെ ചേരുമ്പോൾ ആ യോഗത്തിൽ നിലപാടുണ്ടാകുമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ നിലപാടെടുക്കാൻ ഇതുവരെയും നേതാക്കൾ തയ്യാറായിട്ടില്ലല്ലോ. അതുതന്നെയാണ് പ്രതിസന്ധി. ഓരോ യോഗത്തിനു മുമ്പും തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പറയും. അത് കഴിഞ്ഞ നേരത്തെ തന്നെ ദേശീയ നേതൃത്വം തള്ളി പറഞ്ഞു, ഒരു ബന്ധവുമില്ല, ബന്ധം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞ നേതൃത്വം കഴിഞ്ഞ ആഴ്ച ചേർന്ന യോഗത്തിലും അതേ തീരുമാനമാണ് എടുത്തത്. ഇനി ഒരു ബന്ധവുമില്ല. അത് പലതവണ പല യോഗങ്ങൾ അതേ തീരുമാനമെടുക്കുന്നു. പക്ഷെ ബന്ധമില്ലാതെ നിൽക്കുമ്പോഴും ദേവഗൌഡ അധ്യക്ഷനായ ദേശീയ പാർട്ടിയുടെ പേരിൽ അവരുടെ ചിഹ്നത്തിൽ എങ്ങനെ സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കൊപ്പം CPM-നൊപ്പം തുടരുമെന്ന ചോദ്യമാണ് JDSനെതിരെ ഉയരുന്നത്. പ്രതിപക്ഷം പലതവണ ഈ വിഷയത്തിൽ ഇവരെ മുന്നിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. കാരണം ദേശീയതലത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന പാർട്ടി എങ്ങനെ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും? അത് ഇരട്ടത്താപ്പാണ് നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. ആ വിമർശനം അവർ ഉന്നയിച്ചു കഴിഞ്ഞു. ഏതായാലും വരും ദിവസങ്ങളിലും JDSന്റെ പ്രതിസന്ധി ഇതേ രീതിയിൽ തുടരാനാണ് സാധ്യത. ഒരു കൃത്യമായ ഒരു വഴി അവർക്ക് മുന്നിൽ തെളിഞ്ഞിട്ടില്ല. 2 പേർ പ്രധാനപ്പെട്ട 2 നേതാക്കൾ, ഒരാൾ സംസ്ഥാന അധ്യക്ഷനും മറ്റേയാൾ മന്ത്രിയുമാണ്. 2 പേര് MLA-മാരാണ്. അവരെ മാറ്റിനിർത്തിക്കൊണ്ടില്ലെങ്കിൽ അവർ നേതൃത്വത്തില്ലാതെ എങ്ങനെയാണ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുക? അല്ലെങ്കിൽ സ്വാഭാവികമായും അവർ JDSന്റെ ഭാഗമായി തുടരുക. പുതിയ പാർട്ടി വരുമ്പോൾ അവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അടുത്ത അവർ വീണ്ടും ഈ പാർട്ടിയുടെ ലേബലിൽ, പുതിയ പാർട്ടി ലേബലിൽ മത്സരിക്കേണ്ടി വരും. അതിനൊന്നും ഈ ഘട്ടത്തിൽ 2.5 വർഷത്തോളം ഈ നിയമസഭയുടെ കാലാവധിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളും അത്ര എളുപ്പമല്ല. ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം നേതൃത്വത്തിലുണ്ട്. അതുതന്നെയാണ് മുതിർന്ന നേതാക്കളെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അഴകുഴമ്പൻ നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കൃത്യമായ നിലപാടെടുക്കണം. പുതിയ ദേശീയ പാർട്ടിയെങ്കിൽ പുതിയ ദേശീയ പാർട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ദേശീയ പാർട്ടി ലയിക്കാനാണെങ്കിൽ അങ്ങനെയും തീരുമാനം വേണമെന്ന അഭിപ്രായമാണ് നീലലോഹിതദാസ് നാടാർ അടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കുന്നത്. യെസ്, നീലലോഹിതദാസൻ നാടാറുടെ പ്രതികരണം, പരസ്യ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ CK നാണുവും ചില നീക്കങ്ങളുമായി മുന്നോട്ട് വരുന്നത്, അതുകൂടി നമുക്ക് എന്താണ് എന്ന് നോക്കാം. അരുൺ തുടരുക. പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി LDFന് CK നാണു കത്ത് നൽകിയിരിക്കുന്നു. ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും തനിക്കൊപ്പമുള്ളവരെ JDS പ്രതിനിധികളായി കാണണമെന്നുമാണ് ആവശ്യം. യഥാർത്ഥ JDS ആണെന്ന് അവകാശപ്പെട്ട് നാണു നേരത്തെ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. VV അരുൺ കൂടി തുടരുകയാണ്. അരുൺ, ഇപ്പോൾ ഈ JDSനുള്ളിലെ പ്രതിസന്ധി മാത്രമല്ല, ഇതൊരു മുന്നണിക്കും തലവേദനയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഇനിയിപ്പോൾ CK നാണു കത്ത് നൽകുന്നു, ഞങ്ങളെയും JDS ആയി പരിഗണിക്കണമെന്ന ആവശ്യം മുന്നണിക്ക് മുന്നിൽ ഉന്നയിക്കുമ്പോൾ LDF ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ ഒരു പരിഹാരമായിരിക്കും LDF നിർദ്ദേശിക്കുക?
തന്നെയാണ് LDF-നെ കൊടുക്കുന്നത്. നേരത്തെ തന്നെ HC ദേവഗൌഡയും BJP-യിലോട്ട് പോയ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ BJP മുന്നണിയിലേക്ക് പോയ അദ്ദേഹത്തിന്റെ മകൻ കുമാരസ്വാമി അടക്കമുള്ളവരെയും പുറത്താക്കിയെന്ന് CK നാണു വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞു. തൊട്ടു പിന്നാലെ CK നാണുവിനെ ദേവഗൌഡ പുറത്താക്കിയത് അദ്ദേഹവും അവകാശപ്പെട്ടു. എന്നാൽ CK നാണു വിളിച്ച യോഗത്തിൽ സംസ്ഥാനത്തെ നേതാക്കളാരും മറ്റു നേതാക്കളാരും പ്രധാനപ്പെട്ട നേതാക്കളാരും പോയിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇടതുമുന്നണിക്ക് നേരത്തെ തന്നെ CK നാണു ഒരു കത്ത് നൽകിയത്. യഥാർത്ഥ JDS തങ്ങളാണ്, ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ തങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. നിലവിൽ മാത്യു ടി തോമസും മറ്റു നേതാക്കളുമാണ് പങ്കെടുക്കുന്നത്. CK നാണു കത്ത് കൊടുത്തെങ്കിലും അതിൽ മുന്നണി തീരുമാനമെടുത്തില്ല. അതിനിടയിലാണ് വീണ്ടും ഒരു കത്ത് കൂടി ഈ മുന്നണി നേതൃത്വത്തിന് CK നാണു നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ തങ്ങൾക്കൊപ്പമുള്ളവർക്ക് നൽകണം. JDS-ന്റെ ലേബൽ നൽകാൻ തങ്ങൾക്കാണ്. യഥാർത്ഥ JDS ഞങ്ങളാണ്. മാത്യു ടി തോമസിനും കൃഷ്ണൻകുട്ടിക്കും ഒപ്പമുള്ളവരല്ല യഥാർത്ഥ JDS ഞങ്ങളാണ്. ഞങ്ങൾക്ക് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ നൽകണം. ഇതാണ് CK നാണുവിന്റെ കത്തിലെ ആവശ്യം. JDS-ന്റെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്ന നീക്കമാണ് CK നാണു നടത്തിയിരിക്കുന്നത്. എങ്ങനെയാകും ഇടതുമുന്നണി നേതൃത്വം ഇതിനോട് പ്രതികരിക്കുക? നേരത്തെ കത്ത് വരികയെങ്കിലും ശേഷമുള്ള യോഗത്തിലും പങ്കെടുത്തത് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഒക്കെ തന്നെയാണ്. CK നാണുവിനെ ക്ഷണിച്ചിരുന്നില്ല. അവരുടെ കത്ത് അടുത്ത യോഗത്തിൽ പരിഗണിക്കാമെന്ന നിലപാടാണ് ഇടതുമുന്നണി നേതൃത്വം സ്വീകരിച്ചത്. അടുത്ത യോഗം വരെയെങ്കിലും വീണ്ടും ഈ പ്രതിസന്ധി തുടരും. എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഇടതുമുന്നണി നേതൃത്വത്തിനും കാര്യമായ നിലപാടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് സാഹചര്യം. JDS-ൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പരസ്യ പ്രതികരണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തുന്നു. താനാണ് യഥാർത്ഥ JDS, തന്നെ കൂടി ഇടതുമുന്നണി യോഗത്തിന്റെ ഭാഗമാക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് CK നാണു ഒരു വശത്ത് കൂടി രംഗത്തെത്തുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ JDS പ്രതിസന്ധിയിലായിരിക്കുന്നു. ഒപ്പം LDF-ന് മുന്നിലും വലിയൊരു പ്രതിസന്ധിയും തലവേദനയുമായി ഈ വിഷയം മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും ഇതിലടക്കം വരും മണിക്കൂറുകളിൽ നമുക്ക് രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ റബ്ബർ